എൻ്റെ സ്വന്തം മകൾ അവൾക്കൊരു 18 വയസ്സാകുമ്പോൾ അവളെ കല്യാണം കഴിച്ച് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഇസ്ലാമിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിൽ നിയമം പറഞ്ഞതിൻ്റെ കാരണത്താൽ ഇസ്ലാമിനെ ട്രോളിക്കൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിംസ് അടക്കമുള്ളവരോട് തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടിയാണ്. നേരിട്ട് കാണാനോ അനുഭവിക്കാനോ കൂടുതൽ ബന്ധപ്പെടാനോ ഒന്നും സാധ്യതയില്ലാത്തൊരു കുട്ടി. എന്നാൽ നിന്റെ സ്വന്തം മകൾ നീ ചെറിയ പ്രായം തൊട്ട് വളർത്തി വലുതാക്കി വേണ്ടതെല്ലാം കൊടുത്ത് സ്നേഹത്തോടുകൂടി വളർത്തിയ മകൾ അവൾക്കൊരു 18 വയസ്സാകുമ്പോൾ അവളെ കല്യാണം കഴിച്ച് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്റെ മതത്തിലോ അല്ലെങ്കിൽ നീ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിലോ എന്താണ് വിലക്ക്? വിലക്കുണ്ടോ? നിനക്കത് പറ്റുമോ? നീ നിന്റെ മനസ്സാക്ഷി എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? തെറ്റാണ് എന്നാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് തെറ്റാണ് എന്ന് പറയുന്നത്? ഇങ്ങനെ 100 കണക്കിന് ചോദ്യം നിന്നോട് തിരിച്ചു ചോദിക്കാൻ കിട്ടും. ഒരൊറ്റ ഒന്നിനു പോലും തെറ്റാണ് എന്ന് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു നമുക്ക് ഇറക്കി തന്നിരിക്കുകയാണ്. ഒരു മുസ്ലിമിനെ കണ്ടുപഠിക്കുവാൻ, ഒരു മുസ്ലിമെ ഈ ഖുർആൻ പറയുന്നത് പോലെ വേണം ഒരു മുസ്ലിം ജീവിക്കാൻ. ആ ഖുർആൻ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ സ്വർഗ്ഗമൊരുക്കി വെച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും ഓർമ്മപ്പെടുത്തുമ്പോ അല്ലാഹു ഒരു ഗ്രന്ഥം ഇറക്കി തന്നിട്ട് നിങ്ങളെല്ലാം വായിച്ചു പഠിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു പറഞ്ഞില്ല. ഒരു ഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കി തന്നിട്ട് ഈ ഗ്രന്ഥം വായിച്ചു പഠിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു പറഞ്ഞില്ല. പടച്ച റബ്ബേ, ആ വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാറ് തൗറാത്തും ഇഞ്ചീലും സബൂറും എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആൻ അനുസരിച്ച് കൊണ്ട്, ഈ കിതാബുകൾ അനുസരിച്ച് കൊണ്ട് ഒരു മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തരാനല്ല, പഠിപ്പിച്ചു തരാനല്ല, സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തരുന്നതിന് വേണ്ടി 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങൾ അല്ലാഹു ലോകത്തേക്ക് ഇറക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കി തന്നിട്ട് ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാൻ, കാണിച്ചു തരാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമുക്ക് പ്രവാചകനാക്കി തെരഞ്ഞെടുത്തു തന്നല്ലോ. ആ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ഖുർആൻ പറയുന്ന ജീവിതം എങ്ങനെയാണ്, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന ജീവിതം എങ്ങനെയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വന്തം ജീവിതം കൊണ്ടവിടെന്ന് കാണിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ചോദിക്കുന്നു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു ആയിഷ? ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയില്ല, അതാ കൂടപ്പിറപ്പുകളോട് ചോദിച്ചാൽ എല്ലാം അറിയില്ല, പടച്ചവനെ കൂട്ടുകാരോടും കുടുംബക്കാരോടും ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയില്ല. ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്, അവന്റെ പോരായ്മകൾ എന്താണ്, അവന്റെ ന്യൂനതകൾ എന്താണ്, അതറിയണമെങ്കിൽ ആരോട് ചോദിക്കണമെന്നറിയുമോ? പാതിരാത്രി അവന്റെ കൂടെ കിടപ്പറയിൽ ഒരു പുതപ്പിന്റെ കീഴിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. ഈ നിരന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാ. നാട്ടുകാരോട് ചോദിച്ചാ പോരാ, രാത്രി കൂടെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കണമല്ലോ. അതാത് നഗറിലെ ജനങ്ങളുടെ മുന്നിൽ നീ വലിയവനാണ്, മഹാനാണ്, നിന്നെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, വലിയ സ്ഥാനം തരുന്നു, അതിലൊന്നും ഒരു കാര്യമില്ലടോ.